നമസ്കാരം. അമേരിക്കയും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം 4-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പശ്ചിമേഷ്യ വലിയൊരു യുദ്ധമുനമ്പായി മാറിയിരിക്കുകയാണ്. എന്നാൽ യുദ്ധം ദീർഘകാലം നീണ്ടുപോയാൽ അമേരിക്കയുടെ ആയുധ ശേഖരം വലിയ പ്രതിസന്ധിയിലാകുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പെന്റഗൺ. ഈ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇറാനെതിരെയുള്ള ആക്രമണം 10 ദിവസം കൂടി ഇതേ രീതിയിൽ തുടർന്നാൽ നിർണായകമായ മിസൈലുകളുടെ ശേഖരം തീർന്നു പോകാൻ സാധ്യതയുണ്ട് എന്നാണ് സൂചന. പ്രത്യേകിച്ച് മിസൈലുകളെ തകർക്കാൻ ഉപയോഗിക്കുന്ന താഡ് SM-3 തുടങ്ങിയ പ്രതിരോധ മിസൈലുകളുടെ ലഭ്യതയിൽ വലിയ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആയുധ ഉൽപാദനത്തിന്റെ കാര്യത്തിൽ ഇറാൻ കൈവരിച്ചിരിക്കുന്ന വേഗത അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇറാൻ പ്രതിമാസം 100-ലധികം മിസൈലുകൾ നിർമ്മിക്കുമ്പോൾ അമേരിക്കയ്ക്ക് പ്രതിമാസം 6-7 പ്രതിരോധ മിസൈലുകൾ മാത്രം നിർമ്മിക്കാൻ സാധിക്കുന്നുള്ളൂ എന്നാണ് സ്റ്റേറ്റ് സെക്രട്ടറിയായ മാർക്കോ റൂബിയോ വ്യക്തമാക്കിയത്. റഷ്യ, ചൈന തുടങ്ങിയ വൻ ശക്തികളിൽ നിന്നുമുള്ള ഹ്രസ്വകാല ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്ത അമേരിക്കൻ മിസൈൽ കവചങ്ങൾക്ക് ഇറാന്റെ തുടർച്ചയായ റോക്കറ്റ് ആക്രമണങ്ങളെ നേരിടാൻ പ്രയാസമാകുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ആയുധ ശേഖരം കുറവാണ് എന്ന പെന്റഗന്റെയും സൈനിക മേധാവി ജനറൽ ധാൻ കെയിന്റെയും മുന്നറിയിപ്പുകളെ തള്ളിക്കളയുന്ന നിലപാടാണ് പ്രസിഡന്റ് ട്രംപ് സ്വീകരിച്ചു വരുന്നത്. അമേരിക്കയുടെ പക്കൽ അനന്തമായ ആയുധ ശേഖരമുണ്ടെന്നും ഈ ആയുധങ്ങൾ ഉപയോഗിച്ച് എത്ര കാലം വേണമെങ്കിലും യുദ്ധം ചെയ്യാമെന്നാണ് ട്രംപിന്റെ തള്ളൽ. എന്നാൽ വിപുലമായ യുദ്ധം വലിയ സാമ്പത്തിക ബാധ്യതയ്ക്കും ആയുധക്ഷാമത്തിനും കാരണമാകുമെന്ന ആശങ്കയിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ് പ്രതിരോധ വക്താക്കൾ, അതായത് ഇക്കാര്യത്തിൽ പ്രതിരോധ വക്താക്കൾ കൃത്യമായ നിലപാടുണ്ട്. എന്നാൽ ഈ നിലപാടുകളെയെല്ലാം തള്ളിക്കളയുന്ന രീതിയിലാണ് ട്രംപിന്റെ സംസാരവും. അതേസമയം ഇസ്രായേൽ, അമേരിക്ക, ഇറാൻ സംഘർഷം പുതിയ തലങ്ങളിലേക്ക് കടന്നതോടെ പശ്ചിമേഷ്യയിലെ വിവിധ രാജ്യങ്ങളിലുള്ള തങ്ങളുടെ എംബസികൾ അടച്ചുപൂട്ടുകയാണ് അമേരിക്ക. ഇറാന്റെ പ്രത്യാക്രമണം ശക്തമായ സാഹചര്യത്തിലാണ് സൗദി അറേബ്യ, കുവൈറ്റ്, ബെയ്റൂട്ട് എന്നിവിടങ്ങളിലെ എംബസികളുടെ പ്രവർത്തനമാണ് അമേരിക്ക താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നത്. സുരക്ഷാ ഭീഷണികൾ കണക്കിലെടുത്ത് 6 ഗൾഫ് രാജ്യങ്ങളിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഇതിനോടകം തിരിച്ചു വിളിച്ച അമേരിക്ക ഈ രാജ്യങ്ങളിൽ കഴിയുന്ന തങ്ങളുടെ പൗരന്മാരോട് എത്രയും വേഗം മടങ്ങിയെത്തുവാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. ദുബായിലെ അമേരിക്കൻ കോൺസുലേറ്റിന് സമീപം ഇന്ന് പുലർച്ചെയുണ്ടായ ഡ്രോൺ ആക്രമണം സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്. എംബസികൾക്ക് നേരെയുള്ള ആക്രമണത്തോടും അമേരിക്കൻ സൈനികരുടെ മരണത്തോടും ഉടൻ പ്രതികരിക്കുമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത്. പ്രതികരണം എന്തായിരിക്കുമെന്ന് ലോകം ഉടൻ അറിയുമെന്നായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പും. മേഖലയിൽ ഒരു വൻ യുദ്ധത്തിനുള്ള സാധ്യത ഇത് കൂടുതൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതേസമയം ട്രംപിന്റെ സൈനിക നീക്കങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര തലത്തിലും അമേരിക്കയ്ക്കകത്തും പ്രതിഷേധം ഇരമ്പുകയാണ്. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ട്രംപ് നടത്തുന്നത് എന്ന വിമർശനവുമായി ജനങ്ങൾ തെരുവിലിറങ്ങിക്കഴിഞ്ഞു. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക നീക്കങ്ങൾ ലോക സമാധാനത്തിന് ഭീഷണിയാണെന്ന വാദവും ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്.